രാജ്യത്തെ തകർത്ത് കളയാൻ ചൈന പ്രയോഗിച്ച ജലബോംബ്. ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ കോടികൾ എറിഞ്ഞ് ചൈന സൃഷ്ടിക്കുന്ന ആ ഭീമാകാരനായ അണക്കെട്ടിനെ പലരും വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ ഏറ്റവും ഉചിതമായ ആ ഭീമാകാരനായ ജലബോംബിന്റെ പണികൾ ചൈന ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ശരിക്കും എന്തിനാണ് അങ്ങനെ ഒരു അണക്കെട്ട് ചൈന നിർമ്മിക്കുന്നത്? അത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത്? നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം: നിങ്ങൾ ചൈനയുടെ ഈ പദ്ധതിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് $167.8 ബില്യൺ, ഏകദേശം 14.4 ലക്ഷം കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിരിക്കുകയാണ് ചൈന. ചൈനീസ് പ്രീമിയർ ലീ ക്യുയാങ് ആണ് അണക്കെട്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത്. ടിബറ്റ് സ്വയംഭരണ പ്രദേശത്തെ നീങ്ചിയിലെ മെയിൻലിംഗ് ജലവൈദ്യുത നിലയത്തിന്റെ നിർമ്മാണ സ്ഥലത്താണ് തറക്കല്ലിടൽ ചടങ്ങ് നടന്നത് എന്നാണ് ചൈനീസ് സർക്കാർ നിയന്ത്രിത വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തത്. നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായി മാറുമെന്ന് കരുതുന്ന ഈ ജലവൈദ്യുത പദ്ധതി നദിയുടെ താഴെ ഭാഗത്തുള്ള രാജ്യങ്ങളായ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. പദ്ധതിയിൽ 5 ജലവൈദ്യുത നിലയങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇതിനായി ഏകദേശം 1.2 ട്രില്യൺ യുവാൻ, ഏകദേശം $167.8 ബില്യൺ വേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. 30 കോടിയിലധികം ആളുകളുടെ വാർഷിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമായ വൈദ്യുതിയാകും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പറയപ്പെടുന്നത്. ചൈന ഔദ്യോഗികമായി സിസാങ് എന്ന് വിളിക്കുന്ന ടിബറ്റിലെ പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം പുറമേയുള്ള ഉപഭോഗത്തിനാണ് പ്രധാനമായും ഇവിടുത്തെ വൈദ്യുതി വിതരണം ചെയ്യുക. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത്. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും തുടർന്ന് ബംഗ്ലാദേശിലേക്കും ഒഴുകുന്നതിനായി ഒരു വലിയ വളവ് തിരിയുന്ന ഒരു ഭീമൻ മലയിടുക്കിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിന് പുറമെ അണക്കെട്ടിന്റെ വലിപ്പവും വ്യാപ്തിയും സംഘർഷ സമയങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുമെന്ന രീതിയിൽ വലിയ അളവിൽ വെള്ളം തുറന്നുവിടാൻ ചൈനയെ പ്രാപ്തമാക്കുമെന്നാണ് ഇന്ത്യയിലെ ആശങ്കകൾക്ക് കാരണമായത്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഇന്ത്യയും ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട്. ബ്രഹ്മപുത്ര നദി ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളിലൊന്നാണ്. ഇന്ത്യ, ബംഗ്ലാദേശ്, ചൈന എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഈ മഹാനദിക്ക് കുറുകെയാണ് ചൈന ഇപ്പോൾ അണക്കെട്ട് നിർമ്മിക്കുന്നത്. ടിബറ്റൻ യാർലുങ് സാങ്പോ എന്നറിയപ്പെടുന്ന ഈ നദിയിൽ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത ഡാം നിർമ്മിക്കുന്നതിന് 2024 ഡിസംബറിൽ അനുമതി നൽകി. ഈ ഭീമാകാരനായ പദ്ധതിക്ക് ഏകദേശം $137 ബില്യൺ ചെലവിൽ ടിബറ്റിലെ മെഡോ കൗണ്ടിയിൽ ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ബ്രഹ്മപുത്ര നദിയുടെ വലിയ വളവ്, അതായത് ഗ്രേറ്റ് ബെൻഡ് എടുക്കുന്ന ഹിമാലയൻ മേഖലയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബ്രഹ്മപുത്ര നദി ടിബറ്റൻ പീഠഭൂമിയിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ മലയിടുക്കായ യാർലിംഗ് സാങ്പോ ഗ്രാൻഡ് കാന്യോൺ രൂപപ്പെടുത്തുന്ന ഒരു നദിയാണ്. ഈ നദി ഹിമാലയത്തിലെ നാംച ബാർവ മലയ്ക്ക് സമീപം 50 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ 2000 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജലവൈദ്യുത ഉൽപാദനത്തിന് അനുയോജ്യമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം 5 കാസ്കേഡ് പവർ സ്റ്റേഷനുകളെ ഉൾപ്പെടുന്നുണ്ട്. ഇത് വർഷം തോറും 300 ബില്യൺ കിലോവാട്ട് മണിക്കൂർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് 300 ദശലക്ഷത്തിലധികം ആളുകൾക്ക് വൈദ്യുതി നൽകാൻ മതിയാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ചൈനയുടെ 2030 കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങളുടെ ഭാഗമായി ഈ ഡാമിൽ നിന്ന് ശുദ്ധവും പുനരുപയോഗ ഊർജവും ഉൽപ്പാദിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി ടിബറ്റിലെ സാമ്പത്തിക വികസനത്തിനും തൊഴിലവസരങ്ങൾക്കും വലിയ പ്രോത്സാഹനമാണ് നൽകാൻ പോകുന്നത്. 60,000 മെഗാവാട്ട് ശേഷിയുള്ള ഈ ഡാം ചൈനയുടെ 3 ഗോർജസ് ഡാമിനെ മറികടക്കുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഈ 3 ഗോർജസ്. ഈ ഡാം നിർമ്മിക്കുന്ന സ്ഥലം ഭൂമിയിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ ഒന്നാണ്. കാരണം ഇത് 2 ടെക്ടോണിക് പ്ലേറ്റുകളുടെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1950 മെഡോക് ഭൂകമ്പം ഈ പ്രദേശത്ത് വിനാശകരമായ ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ അസമിനെയും ബംഗ്ലാദേശിനെയും ബാധിച്ചിരുന്ന ദുരന്തം കൂടിയാണ്. ഇത് തന്നെയാണ് ഇന്ത്യയെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും. ഈ ഡാമിലൂടെ പ്രകൃതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലനം തീർച്ചയായും ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കും അനുഭവിക്കാൻ
പരിഗണിക്കേണ്ടതായി വരും. ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ ഇതിനോടകം തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്നാൽ യാതൊരുവിധ സുരക്ഷാ ആശങ്കകളും ആവശ്യമില്ലെന്നും ഈ പദ്ധതിയുടെ സുരക്ഷയെക്കുറിച്ച് ചൈനീസ് അധികാരികൾ വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അതിനുശേഷമാണ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് എന്നുമാണ് അവരുടെ ന്യായീകരണം. എന്നാൽ വലിയ രീതിയിൽ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഈ പദ്ധതി ഉയർത്തുന്നുണ്ട് എന്നത് സത്യമാണ്. കാരണം അസാധാരണമായ ജൈവ വൈവിധ്യമുള്ള പ്രദേശമാണ് ബ്രഹ്മപുത്രയുടെ തീരങ്ങൾ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും അപൂർവമായ മരങ്ങളും അതുപോലെ വന്യജീവികളുടെയും ആവാസ വ്യവസ്ഥയാണ് ഈ കാടുകൾ. ഈ ഡാം നിർമ്മാണം പ്രാദേശിക പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുമെന്നതിൽ തർക്കമേയില്ല. പ്രത്യേകിച്ച് നദിയുടെ താഴ്ന്ന ഒഴുക്ക്, അവസാദങ്ങൾ കുറയുന്നത്, ഡെൽറ്റ മേഖലയിലെ മണ്ണിന്റെ ഫലഭൂഷ്ഠിത കുറയുന്നത് എന്നിവയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ അസമിലും അതുപോലെ ബംഗ്ലാദേശിലും നദിയുടെ അവസാദങ്ങൾ കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ ഡാം ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്താനുള്ള സാധ്യത വളരെയേറെയാണ്. പാരിസ്ഥിതിക മാത്രമല്ല, ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഈ പദ്ധതി ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയൊരു സംഘർഷത്തിന് കാരണമായേക്കാനുള്ള സാധ്യതകൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കാനുള്ള ചൈനയുടെ കഴിവ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലും വെള്ളപ്പൊക്കമോ വരൾച്ചയോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അരുണാചൽ പ്രദേശിന്റെ മേൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡാം ഒരു വാട്ടർ ബോംബ് അല്ലെങ്കിൽ ജലബോംബായി ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്ക ഇന്ത്യക്കാർ പ്രകടിപ്പിക്കാൻ കാരണമായി. 2006 ഇന്ത്യയും ചൈനയും തമ്മിൽ സ്ഥാപിതമായ എക്സ്പേർട്ട് ലെവൽ മെക്കാനിസം, അതായത് ELM വഴി വെള്ളപ്പൊക്ക സീസണിൽ ബ്രഹ്മപുത്രയുടെ ജലവിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഒരു സമഗ്രമായ ജലപങ്കിടൽ കരാർ ഇതുവരെ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടില്ല. 2017 ഡോക്ലാം സംഘർഷത്തിനിടെ ചൈന ജലവിവരങ്ങൾ പങ്കുവെക്കുന്നത് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ആശങ്കകളെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ചൈനയുടെ ഡാമിനെ ചെറുക്കാൻ ഇന്ത്യ അരുണാചൽ പ്രദേശിലെ സിയാങ് നദിയിൽ 10 ഗിഗാവാട്ട് ശേഷിയുള്ള ഒരു ജലവൈദ്യുത പദ്ധതി, അതായത് സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ ഡാം ചൈനയുടെ ഡാമിന്റെ ജലനിയന്ത്രണത്തിന് ഒരു ബഫർ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രാദേശിക ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആദിവാസികൾ, അതുപോലെ മോൺപെ ഗോത്ര വിഭാഗങ്ങൾ എന്നിവരൊക്കെ സംയുക്തമായിട്ട് തന്നെ ഈ പദ്ധതിക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. കാരണം ഇത് അവരുടെ പരമ്പരാഗത ഭൂമിയെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം ശക്തമാകുന്നത്. ബംഗ്ലാദേശിന്റെ ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന ഡെൽറ്റ ഈ നദിയെ ആശ്രയിച്ച് കൃഷിയും അതുപോലെ മത്സ്യബന്ധനവും നടത്തുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ പോഷിപ്പിക്കുന്നുണ്ട്. അതായത് ഇവരെയൊക്കെ ഇത് കാര്യമായിട്ട് ബാധിക്കും. ഡാമിന്റെ നിർമ്മാണം ജലപ്രവാഹം കുറയ്ക്കുകയോ അവസാദങ്ങൾ തടയുകയോ ചെയ്താൽ ഈ ഡെൽറ്റ മേഖലയിൽ തീരദേശ ശോഷണവും കൃഷിയുടെ ഉൽപാദനക്ഷമത കുറയലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചൈനയുടെ ബ്രഹ്മപുത്ര ഡാം ലോകത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഊർജ്ജ ഉൽപാദനത്തിനും അതുപോലെ തന്നെ ടിബറ്റിന്റെ വികസനത്തിനും വലിയ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന്റെ പരിസ്ഥിതി, ഭൗമരാഷ്ട്രീയ, സാമൂഹിക പ്രത്യാഘാതങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തിയിട്ടുള്ളത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ ജലസമവായ ചർച്ചകൾ അത്യാവശ്യമാണ്. ഒരു സമഗ്ര ജലപങ്കിടൽ കരാർ, സുതാര്യത, ഡാറ്റ പങ്കുവെക്കൽ എന്നിവയിലൂടെ ഈ നദിയെ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇന്ത്യക്കാരെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് കൂടി ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞുതരാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ജലനിയന്ത്രണവും അതിൻ്റെ ജലസുരക്ഷയും തന്നെയാണ്. ചൈനയ്ക്ക് ബ്രഹ്മപുത്രയുടെ ജലപ്രവാഹം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായ അസം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കമോ വരൾച്ചയോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് കൃഷിയെയും അതുപോലെ തന്നെ ജലസേചനത്തെയും കാര്യമായി ബാധിക്കും. വാട്ടർ ബോംബായി ഡാം ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് മറ്റൊന്ന്. പ്രത്യേകിച്ച് എന്താണ്, ഇന്ത്യ ചൈന അതിർത്തി തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അരുണാചൽ പ്രദേശ് അവരുടേതാണെന്ന് ചൈനയും അല്ല ഇന്ത്യയുടേതാണെന്ന് ഇന്ത്യയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. അടുത്തത് പാരിസ്ഥിതിക ആഘാതമാണ്. ഡാം മൂലം നദിയുടെ താഴ്ന്ന ഒഴുക്കും അവസാദക്കുറവും അസമിലെ ഫലഭൂഷ്ടമായ ഡെൽറ്റ മേഖലയെ ബാധിക്കും. ഇത് കൃഷിയുടെ ഉൽപാദനക്ഷമത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് കർഷകർക്ക് വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഇനി ജലവൈവിധ്യ നഷ്ടമാണ്. പ്രത്യേകിച്ച് ബ്രഹ്മപുത്രയെ ആശ്രയിക്കുന്ന വന്യജീവികളെയും മത്സ്യസമ്പത്തിനെയും ഇത് കാര്യമായിട്ട് ബാധിക്കും. ഭൗമരാഷ്ട്രീയ ആശങ്കകളും ഇവിടെ ഉയർന്നുണ്ട്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ജലവിവര പങ്കിടലിന്റെ അഭാവം 2017 ഡോക്ലാം സംഘർഷത്തിൽ ഉണ്ടായതുപോലെ വിശ്വാസക്കുറവ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അരുണാചൽ പ്രദേശിന് മേലുള്ള ചൈനയുടെ അവകാശവാദം ഈ ഡാമിനെ ഒരു തന്ത്രപ്രധാനമായ ആയുധമാക്കി മാറ്റാം എന്നൊരു ഭയം സൃഷ്ടിക്കുന്നുണ്ട്. സാമൂഹിക സാമ്പത്തിക ആഘാതവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കർഷകരും മത്സ്യത്തൊഴിലാളികളും ജലലഭ്യത കുറയുന്നതിനാൽ ഉപജീവനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുടെ പ്രതികരണമായി ആസൂത്രണം ചെയ്യുന്ന സിയാങ് ഡാം പ്രാദേശിക ഗോത്രവർഗ്ഗങ്ങളുടെ ഭൂമിയെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്കും കാരണമാണ്. ജലപങ്കിടൽ കരാറിന്റെ അഭാവമാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. ചൈനയുമായി സമഗ്രമായ ജലപങ്കിടൽ കരാർ ഇല്ലാത്തത് ഡാമിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സുതാര്യതയില്ലായ്മ ഇന്ത്യയുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട
ഘടകമാണ്. ഈ ഡാം ഇന്ത്യയുടെ ജലസുരക്ഷ, പരിസ്ഥിതി, ഭൗമരാഷ്ട്രീയ സ്ഥിരത എന്നിവയെ ഗുരുതരമായി തന്നെ ബാധിക്കും. ചൈനയുമായുള്ള ജലസമവായ ചർച്ചകളും ഒരു വലിയൊരു ജലകരാറും ഈ ആശങ്കകൾ പരിഹരിക്കാൻ അനിവാര്യം തന്നെയാണ്. അതിനാണ് ഇരു കൂട്ടരും തയ്യാറാകേണ്ടത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതും ഒരു ജലബോംബാണ്, ഇത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുള്ള ചൈനയുടെ ജലബോംബാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്ത് തന്നെയായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങളൊക്കെ എത്താനും ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.